സഖാവ് കോടിയേരി പറഞ്ഞൊരു വാചകം തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത്. ഈ അവസരത്തിൽ പറയാനുള്ളത്, ഞങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളത് താങ്ങും. പക്ഷേ നിങ്ങൾക്കൊക്കെ വന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഇന്ന് രാവിലെ മുതൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ബഹുമാനപ്പെട്ട പി കെ ഫിറോസിൻ്റെ അനുജൻ പി കെ ബുജേറിൻ്റെ ലഹരി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും കേരള സമൂഹത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സംഭവം കൂടിയായിട്ടാണ് അതിനെ കാണേണ്ടത്. കാരണം പി കെ ഫിറോസ് വലിയ ആദർശവാനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എല്ലാ യുവാക്കൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസ്താവനകളൊക്കെ തന്നെ അത്തരത്തിലുള്ളതാണ്. കാരണം കുടുംബാംഗങ്ങൾ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു കേസിൽ പ്രതിയായാൽ ആ കേസിൽ പ്രതിയാകുന്ന കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയ നേതൃത്വം രാജിവെച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ മാതൃക കാണിക്കണമെന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞതാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, പെട്ടെന്നൊരു മാനസാന്തരം വന്നതാണോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഉൾവിളി അദ്ദേഹത്തിന് ഉണ്ടായതാണോ എന്നറിയില്ല. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിനൊരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. സഹോദരൻ ചെയ്ത തെറ്റിന് ഞാൻ എന്തിന് ക്രൂശിക്കപ്പെടണം, ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണ് എന്ന് സ്വയമേവ ചിന്തിക്കുന്നതായിരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ നല്ലത് എന്ന് മാത്രമേ എനിക്കതിന് പറയുവാനുള്ളൂ. പിന്നെ പി കെ ഫിറോസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ പറയുന്ന ബുജേർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അനിയൻ ചെയ്ത കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വാചകം കൂടി കണ്ടു. ഈ പി കെ ബുജേറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒന്ന് നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. 2021-22 തൊട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കാം, ലഹരി വസ്തുക്കൾ എത്ര ഗ്രാം വിറ്റാൽ എത്ര രൂപ കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ലഹരി വസ്തുവിൻ്റെ മേക്ക് ചെയ്യുന്നത്, ഉണ്ടാക്കേണ്ടത് എന്ന് പോലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ തള്ളിപ്പറയുന്ന പി കെ ഫിറോസ് എന്തുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അനുജൻ ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് മുൻകാല പ്രാബല്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിലേക്കുള്ള ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് പരിശോധിക്കണം. പി കെ ബുജേറും പി കെ ഫിറോസുമായുള്ള സാമ്പത്തിക സ്രോതസ്സ് പരിശോധിക്കണം. ആ പരിശോധനയുടെ ഭാഗമായിട്ട് പി കെ ഫിറോസിൻ്റെ പൈസ കൊണ്ടാണോ പി കെ ബുജേർ ഇത്തരത്തിലേക്കുള്ള ലഹരി വസ്തു ഇടപാടുകൾ നടത്തിയത് എന്നുള്ളത് പരിശോധിക്കണം. മറ്റൊന്ന്, ഇപ്പം അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു പ്രസ്താവനയിൽ പറയുന്നത് ബഹുമാനപ്പെട്ട കെ ടി ജലീലും ഞാനുമൊക്കെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ആ മുഖവിലക്ക് എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞാനും ബഹുമാനപ്പെട്ട കെ ടി ജലീലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന് നല്ല ബോധമുണ്ട്. ഇത്രയും നാളും വേട്ടയാടപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതം കണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ ഈ വിഷയത്തെയും എത്തരത്തിലെടുക്കുമെന്ന് നല്ല ബോധമുണ്ട്. ഇപ്പോൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും സ്വാഭാവികമായിട്ടും പി കെ ഫിറോസിനെ സംബന്ധിച്ചിട്ട്. പി കെ ഫിറോസിൻ്റെ കുടുംബത്തിൽ അത്തരത്തിലുള്ള അവസ്ഥ വന്നതിൽ എനിക്കും ദുഃഖമുണ്ട്. പക്ഷേ വ്യക്തിപരമാവരുത് രാഷ്ട്രീയം. വ്യക്തിപരമാവുന്ന ഒരു രാഷ്ട്രീയ രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന മുൻകാലങ്ങളിലൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ എത്തരത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആ തെറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഞാൻ അത്തരത്തിലേക്കുള്ള വാർത്താ സമ്മേളനത്തിൽ യാതൊരു രീതിയിലേക്കുള്ള തെളിവുമില്ലാത്ത രീതിയിലേക്കുള്ള അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലേക്കുള്ള അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ ഉന്നയിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവേണ്ടതാണോ ഒരു രാഷ്ട്രീയം എന്നൊക്കെ ഇപ്പോൾ പി കെ ഫിറോസിന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സഖാവ് കോടിയേരി പറഞ്ഞൊരു വാചകം തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത്. ഈ അവസരത്തിൽ പറയാനുള്ളത്, ഞങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളത് താങ്ങും. പക്ഷേ നിങ്ങൾക്കൊക്കെ വന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി.